എറണാകുളം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പി.ആർ. ശിവശങ്കറിന്റെ പ്രചാരണത്തിൽ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ പങ്കെടുക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ലൈവ് റിപ്പോർട്ടുമായി ലിഡിയ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ലിഡിയ, ജാക്കബ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ ലിഡിയ. തീർച്ചയായും ശോഭാ കരന്തലജെ, കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെയാണ് എറണാകുളം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പി.ആർ. ശിവശങ്കറിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ശോഭാ കരന്തലജെ കുറച്ച് ദിവസങ്ങളായി ഇവിടെയുണ്ട്. അത്തരത്തിൽ പ്രചാരണത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ശോഭാ കരന്തലജെ ഉള്ളത് എറണാകുളം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ആളുകളുമായി, ഭക്തരുമായി സംസാരിക്കുന്നു. ക്ഷേത്രം ഭാരവാഹികളും കാര്യങ്ങളുമൊക്കെയായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അമ്പലത്തിൽ കയറി ക്ഷേത്ര സന്ദർശനം അടക്കം നടത്തുകയാണ് ശോഭാ കരന്തലജെ ഇപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല, വന്ന ഭക്ത ജനങ്ങളോടൊക്കെ ഇത്തരത്തിൽ വോട്ട് ചോദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. 2 ദിവസമായി ശോഭാ കരന്തലജെ എറണാകുളത്തുണ്ട്. ഇന്നലെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി അഞ്ജലി നായർക്ക് വേണ്ടി പ്രചാരണത്തിനായി എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പി.ആർ. ശിവശങ്കറിന് വേണ്ടി പ്രചാരണത്തിനായി എത്തിയിരിക്കുന്നത്. ശോഭാ കരന്തലജെ മാത്രമല്ല, വിവിധ നേതാക്കൾ, ഇന്നിപ്പോൾ നിർമ്മല സീതാരാമൻ അടക്കമുള്ള ആളുകൾ എറണാകുളത്തേക്ക് എത്തുന്നുണ്ട്. വിവിധ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനായി എറണാകുളത്തേക്ക് എത്തുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ ശോഭാ കരന്തലജെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് FCRIയിൽ പരാമർശവും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. FCRI എന്ന് പറയുന്നത് അത് ഭയം വേണ്ട, ഇല്ലീഗലായിട്ടുള്ള, അതായത് നിയമപരമല്ലാത്ത മോശമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക്, കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, നിയമത്തിന് അതീതമായി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് FCRIയിൽ ഭയം ആവശ്യമുള്ളത്. അല്ലാത്തവർക്ക് കൃത്യമായി തന്നെ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകാനാകുമെന്നുള്ള പ്രതികരണമാണ് ശോഭാ കരന്തലജയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല, ഈ ലവ് ജിഹാദിലടക്കം, ലാൻഡ് അടക്കം വിവിധ പരാമർശങ്ങൾ അല്പസമയം മുൻപ് ശോഭാ കരന്തലജെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നടത്തിയിരുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരാൻ വന്നത് NDA ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ NDAക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ മാറ്റത്തിനായാണ് വോട്ട് ചോദിക്കുന്നത്, പ്രചാരണത്തിന് ഇറങ്ങുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. അതായത് കേരളത്തിൽ ഇത്രയും കാലമുള്ള ഭരണം മടുത്തു, ഇനിയിപ്പോൾ അടുത്തത് BJP അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്നടക്കമുള്ള കാര്യങ്ങൾ. BJP അധികാരത്തിലെത്തും, അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത്, വോട്ട് ചോദിച്ച് താൻ തന്നെ ഇറങ്ങിയത് അതിനുവേണ്ടി കൂടിയാണ് എന്നുള്ള പരാമർശമാണ് ശോഭാ കരന്തലജയുടെ ഭാഗത്ത് നിന്ന് അല്പസമയം മുൻപ് നടന്നത്. എന്തായാലും പ്രചാരണം സജീവമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കിയാണ് BJP പ്രചാരണം മുന്നോട്ട് നയിക്കുന്നത്. വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വിവിധ നേതാക്കൾ, ദേശീയ നേതാക്കൾ അടക്കം എറണാകുളത്തേക്ക് എത്തുന്നു. എറണാകുളത്തേക്ക് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം എത്തുന്നു എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോൾ ദേശീയ നേതാക്കൾ തന്നെ പൂർണ്ണമായി കണക്കിൽ ഇറങ്ങി പ്രചാരണം നയിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ, അതായത് ഏകദേശം ഒരു 7 മണി മുതൽ കേന്ദ്രമന്ത്രി കൊച്ചിയിൽ NDA സ്ഥാനാർത്ഥി പി.ആർ. ശിവശങ്കറിന് വേണ്ടി പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട അവരുടെ ക്ഷേത്ര ദർശനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞാൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയായി. BJPയുടെ ഔദ്യോഗിക വക്താവായിട്ടും അതുപോലെ തന്നെ ടെലിവിഷൻ ചർച്ചകളിൽ നിരന്തരം പങ്കെടുക്കുകയും ചെയ്യുന്ന പി.ആർ. ശിവശങ്കറാണ് എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.